നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാകില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഉത്രം നക്ഷത്രക്കാർക്ക് പൊതുവെ ഈ മാസം അനുകൂല ഫലങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായി ഇവർക്ക് നിലനിന്നിരുന്ന അരിഷ്ടതകൾ ശമിക്കും. എങ്കിലും പല്ല്, എല്ല് ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ചെറിയ രോഗദുരിതങ്ങൾ നേരിടാനും അതിനെ തുടർന്ന് ഔഷധ സേവ, ആശുപത്രിവാസം, ആശുപത്രി സന്ദർശനം എന്നിവയുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. വിദ്യാഭ്യാസപരമായി മികച്ച നേട്ടങ്ങൾ ഇവർ കൈവരിക്കും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും. സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവുണ്ടാകുന്ന കാലം കൂടിയാണ്. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരിക്ക്, ചെറിയ രോഗദുരിതം എന്നിവ മൂലം അല്പകാലം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായി വരാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇവർ ദോഷശമനത്തിനായിട്ട് ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. ശിവങ്കൽ ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിക്കുക നാൾതോറും. കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്ര ദർശനം നടത്തി 24 മിനിറ്റ്, അതായത് 1 നാഴിക നേരം ശിവക്ഷേത്രത്തിൽ തങ്ങി ഭജനം നടത്തുന്നതും ഉത്തമമാണ്.